ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സജ്ജനങ്ങളെ, ആരാധകരെ, സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ യുദ്ധം കണ്ടുകൊണ്ട്, നമ്മൾ ചെയ്യുന്നതല്ല, യുദ്ധം കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ ഇപ്പം. ഇനിയിപ്പം എന്താ പറയുക, ഈ ഭീഷ്മർ ഇന്ന് മിക്കവാറും വീഴും. അർജുനൻ്റെ അമ്പ് കൊണ്ട് യുദ്ധക്കളത്തിൽ ശരശയ്യയിൽ വീഴുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്കിനി ബാക്കി ഭാഗം നോക്കാം. എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് നോക്കണ്ടേ. പുരുഷവരനാധികരഥനായ ഭൂരിശ്രവാപുത്ര ഗണത്തെ വധിക്കയാൽ സാത്യകി കനുചിതറുമണിമിഴിയോടെ പൊരുതടുത്തുടൻ കാണായ ശത്രുക്കളെയൊടുക്കിയിടിനൻ കരുതുരക നരരഥികൾ ഇരുപുറവുമേറ്റവും കാലരാജ്യം ഗമിച്ചാർ പിണങ്ങി തുലോം അരുണൻ അലകടൽ നടുവിലരജരഥ കൈനിലയിലഴകിനോട് പുക്കാർ പുലർന്നിതാറാം ദിനം കൃതികളതിൽ മികവിയലുമരിയ ഗംഗാസുതൻ ക്രൗജമാം വ്യൂഹം ചമച്ചു നിർത്തിയിടിനൻ കൃതികളകമതിൽ മരുവുമകില ജഗദീശനാം കൃഷ്ണനും പാർത്ഥനും തേരിലേറിയിടിനാൻ അരജർ കുലവര അവരവർകളൻ എതിർപ്പൊരുതു തമ്മിലേറ്റന്തകൻ വീടുപുക്കാരനേകം ജനം. ദ്രുപദസുതൻ അതിചതുരനായ ദൃഷ്ടദ്യുമ്നൻ മോഹിച്ചിതേറ്റവും മോഹാസ്ത്രമേൽക്കയാൽ ഗുരുവരനും അവനോട് എതിർപ്പൊരുതു തേരും വില്ലും കൂടെ കളഞ്ഞെയ്തടുത്തു ചെന്നിടുന്നാൻ കുരുപതിയും അതുപൊഴുതു പലരോടും ചൊല്ലിനാൻ കുന്തിസുതനായ ഭീമനെ കൊല്ലുവാൻ ഉഴറുകിനി വിരവിനോടു കളയരുതു കാലമെന്നു കോടടുത്തു കുരുപ്രവരന്മാരും ദ്രുപദുഹിദ്രുവര സുരവരജ കേകയ ദ്രുപദ മുഖരഥികൾ തുണ ചെന്നിതു ഭീമനും ദ്രുതതരമൊടതിനെ നികടമടൽ പൊരുതനന്തരം ദ്രോണാദികളും ഒഴിച്ചു വാങ്ങിയിടിനാർ കുടകൊടികളിടയിലിടരൊടു പൊടിച്ചുടൻ കൂടെ തുടർന്നടുത്തിയിടിനാൻ ഭീമനും ചെകിടയുമളവലറുമനില സുതഭീതിയാൽ ചെന്നവർ കൈനില പൊക്കിരും നേടിനാർ മറുതലകൾ 17 ദിവസവും മണ്ഡലവ്യൂഹം ചമച്ചിതു ഭീഷ്മരും വരികില കരുതു പടയെന്നുറപ്പിച്ചുടൻ വജ്രമാം വ്യൂഹവും വജ്രധരാത്മജൻ സലിലധര നികരമടമഴ പൊഴിയും ഔവണ്ണം സായക പംക്തികൾ തൂക്കി തുടങ്ങിനാൻ ഉടനുദരകള ചരണമുഖം അവയവങ്ങളറ്റുക്കെന്നു ചോരായൊലിക്കുന്നു പിന്നെയും രഥനികര തുരകവര നരകരിക ചാകയും രക്ഷോവര പ്രേതഭൂതങ്ങളാർക്കയും രുധിരനദി പല വഴിയും ഉടനുടനൊരിക്കയും രൂക്ഷതയുള്ളവർ പാഞ്ഞങ്ങടുക്കയും നരപതികൾ ചിലരധിക ഭയമൊടു തിരിക്കയും നാരദൻ തുമ്പുരു സാകം ചിരിക്കയും കലശഭവ നിശിതതര വിശിഖഗണമേൽക്കയാൽ ഖണ്ഡമായി വന്നു വിരാടനു ചാപവും ശരശകലരഥതുരകദാതനെ കണ്ടാശു ശംഖനും ദ്രോണരോടേറ്റാനതു നേരം നിമിഷമുടു ശമനപുരി നിലേനവുമാക്കിനാൻ നിന്ന ഭരദ്വാജപുത്രൻ ഗുരുവരൻ സഭേദര ഹൃദയമഥ വാങ്ങി വിരാടനും സവ്യസാജിക്കെതിർജെന്നു ഭഗദത്തൻ മഹിത ഗുണമുടയ യമസുതനോടു സുയോധനൻ മാദ്രനും മാദ്രീതനയനും തമ്മിലും അസുരസുര സമരസമമെന്നെ പറയാവിടസ്തമിച്ചിടിനാനാദിത്യദേവനും ഹരിസഹിത ഹരിഹയജനരിയ രഥമേറിനാനരിമയോടു പോരിനായ 8 ദിവസവും പവനസുതനോടു പൊരുതു ചത്താരു 7 പേർ പാപികളായ സുയോധന തമ്പിമാർ പരുഷമൊടു ബലവചനമതിനു ദുര്യോധനൻ പാർത്തു ദേവവ്രതൻ തന്നോടു ചൊല്ലിനൻ വിധിവിഹിതമിതു കരുതു കളകഴൽ സുയോധന വീരർ മരിക്കുന്നതിന്നു ശോകിക്കൊല നിശിചരരില അരജനതി ബലമെഴുമലംബുതൻ നിന്ന പടകൊന്നൊടുക്കുന്നതു കണ്ടു വിബുദ്ധവതി സുത തനയനെയ്തെയ്തടുത്തിതു വിത്രസ്തനായവനമ്പരമേറിനൻ പുനരസുരനൊരുവ അവനോടടുത്തിയിടിനാൻ പോരിയിലവൻ തന്നെ കൊന്നാനിരാവാനും. ഇങ്ങനെ എന്തെന്നാ പറയാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഈ യുദ്ധത്തിന് സമയത്തൊന്നും പ്രത്യേകിച്ച്
പറയാനുണ്ടാവില്ല. ഇതിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ പാരായണം ചെയ്യുന്നത് തന്നെ. ഇന്നിപ്പം 7 ആൾ മരിച്ചു. ഇനിയിപ്പം മറ്റേവർ 70 ആളേലും 30 ആൾ മരിച്ചു. അപ്പം എന്നിട്ട് ദേവവ്രതനോട്, അതായത് നമ്മുടെ ഭീഷ്മരോട് കാര്യം പറയും. ഭീഷ്മരൻ ചെയ്യേണ്ടത് ഒരാളിപ്പോൾ ഇരാവാനും കൊന്നു. അതിനു പരിഭവമിയലും അസുരകളസംഖ്യമായാശി വിഷങ്ങളായി കാണായി മായയാസുരപരജസുതനുമത നിന്നു വിഷണ്ണനായി സൂക്ഷിച്ചു മായമറിഞ്ഞിട്ടിരാവാനും അതു പൊഴുതു ഗരുഡനുടൽ കൊണ്ടു സർപ്പങ്ങളെ ആശ്ചര്യം വരൂ മാറവൻ ഭക്ഷിച്ചാൻ. ഇതൊക്കെ ഞാൻ നിങ്ങളെ പാരായണം ചെയ്തതാണ്. ഇന്നലെ ഇതൊക്കെ ഇങ്ങനെ യുദ്ധം ചെയ്ത് വീണ്ടും ഒരു ഭയങ്കരമായ യുദ്ധം വരുമ്പോൾ ഭഗവാൻ വീണ്ടും ആയുധം എടുത്തിട്ട് ചക്രം എടുത്തിട്ട് അങ്ങ് പോയി എന്ന് പറയുന്നു. വിബുധ നദിയുടെ തനയനടി മലരിണയ്ക്കൽ നീ വീഴ്കായുധിഷ്ഠിര വേണം ജയമെങ്കിൽ കരബലമുടവനുടെ എതിർപ്പൊരുതു ജയമാർക്കുമേ കാലാത്മജ ജയിപ്പാൻ പണി തേറു നീ ത്രിപുരഹരസുരദിജ ജനവും ഒരുമിച്ചുടൻ ധീരതയോടെ എതിർത്താലും ജയം വരാ ശരണമിഹ ചരണതല സരസിരുഹമെന്നിയേ ശബ്ദനുജനിച്ചെന്നു വന്ദിക്ക വൈകാതെ മധുരതര മധനവചന മധു കേട്ടുടൻ മഹിത ഗുണഗു ഗണമുടയ പിതൃപതി ജനാദരാൽ സുഹൃദനുജ സഹിതനടിമലരിണ വണങ്ങിനാൻ സുഹൃദധിപൻ അമരനദി സുതനുമരുളിച്ചെയ്താൻ നരകഹര ദുരിതഹര മുരമഥന മധുസൂദന നാരദസേവിത നാരായണ ഹരേ നിഗമമയ നിഖില ജഗദവന ഹൃദി സംഭവ നിഷ്കള നിർമുഗുണ നിശ്ചല നിർമ്മല നിരതിശയ നിരുപമ നിരഞ്ജന നിരാധാര നിത്യ നിരാമയ നീരജലോചന നിയമപരജന ഹൃദയ നിലയന നമോസ്തുതേ നീജ ജനാന്തക നീതിസ്ഥിതികര നിഖില നിശിചരവി നിവഹ ശമന പരദൈവമേ നിരതവർണ നിരൂപമാ നിർമ്മല നിവസമമ ഹൃദി സതതമതിനു തൊഴുതിയിടിനെന്നിളാകുജ ഭോഗമേളാഭരണമേ നിജചരണ നളിന നതജന സുഖപരായണ നിത്യം നമോസ്തുതേ പിതൃപതി ജപവന സുത വിബുധപതി സുതനകുല വീരശസ്ത്രാസ്ത്ര സിദ്ധാന്ത സഹദേവ വരികരികിലിനി വരുവതിനു കർമ്മമോ വാസുദേവൻ നിയോഗിക്കിലേയുള്ളുതേ ഭവതു സുഖമപി ജയുധി വരിക ഭവതാം ജയം പാർത്ഥാദികളെ സുഖമെല്ലി എല്ലാവർക്കും നിശ്ചിതമസി രഭസതരമിവിടെ വരുവാനഹോ സന്താപമേതാനും ഉണ്ടാകയില്ലല്ലി നദി തനയ നയന വചൻ ശമനത ശാന്തരേ നന്ദിച്ചാത ശത്രുക്ഷിതീശൊന്നൻ ഗുരുനിവഹ കരുണയോടു ഗുരുകുലമൊടുക്കി ഞാൻ കൂടലർക്കാലനായി നാടുവാണിടുവാൻ കൊതി മനസ്സു പെരുതുമമ തിരുമനാമി അതിന്നിനി കൂടെ തുണക്കിലേ വന്നു കൂടൂ ദൃഢം തരികമമ വരമതിനു ശരണമരുണാം ഹൃദേ സന്തതമെന്നു കുന്തി സുതൻ ചൊല്ലിന അലമലമിതതിനെളുതു കളകൈ വിഷാദവും മാശു നിങ്ങൾക്കു ജയം വരും നിർണയം ശൃണുശമന തനയ പുനരതിനൊരുപദേശവും ശൂരനാമർജുനനാവതില്ലേതുമേ ദ്രുപദ നരവര തനയനായ ശിഖണ്ഡിയെത്തുമയോടർജുനനോടെതിർക്കുമ്പോൾ പുരുവതിനു മമന്നികടഭുവിച്ചടുതി നിർത്തുവൻ പോർക്കളം തന്നിൽ ഞാൻ നാളെ വീണേണ്ടുവൻ മമ നിധനമതിനു വിഹിതമിതു നിർഭയം മാനിനിയാകിയോരംബാനിയോഗത്താൽ. ഇങ്ങനെ ഭഗവാൻ പറയുന്നു, രക്ഷപ്പെടാനാവൂല. പോയിട്ട് ഭീഷ്മരെ കാക്ക വീണോ എല്ലാവരും നമസ്കരിച്ചോ, എന്നിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം തരണമെന്ന് പറയും, എന്നാലേ ജയിക്കാനാവൂലോ എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ രാത്രി 5 പേരും കൂടി പോയിട്ട് എന്തേ വന്നത് എന്ന് ചോദിച്ചു. എന്തേ മക്കളെ വന്നത് എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു,
പിന്നെ എനിക്ക് അവരെ കൊന്നിട്ട് രാജ്യം ഭരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ അതിന് അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു, പിതാമഹ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു. പിന്നെ ഭഗവാനെ കൂട്ടിയിട്ട് പോയിന്. ഭഗവാനെ കുറേ സ്തുതിച്ചു. എന്നിട്ട് പറഞ്ഞു, പിന്നെ എല്ലാവർക്കും ഓരോരാളെ വെവ്വേറെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ജയം വരും, നിങ്ങൾക്ക് ജയം വരും. ഇത് വാസുദേവൻ്റെ എല്ലാം വാസുദേവൻ്റെ നിയോഗമല്ലേ. പിന്നെ നാളെ അർജുനൻ എന്നോട് യുദ്ധം ചെയ്യുമ്പം ആ ശിഖണ്ണിനെ മുമ്പിൽ നിർത്തണം. ഞാൻ നാളെ വീണോളാം. ആ അമ്പയുണ്ടല്ലോ, ആ അമ്പേൻ്റെ നിയോഗമാണത് എന്ന് പറയുന്നു പിതാമഹൻ. ഭയമൊഴിക ഭവതു ഭവതാം ജയം ഭാഗ്യവും. ഭാഗീരഥി സുതൻ പാർത്ഥനോടിങ്ങനെ പരിചനോടൊന്നു ചെന്നിധനം അതിനൊരു നിദാനവും നീതിയും ചൊല്ലി അനുഗ്രഹം നൽകി യമനിയമമുടയ യമതനയനു. അനന്തരം യാദവ വീരനെ ബന്ധിച്ചു ചൊല്ലിനൻ പ്രണയതര ഹൃദയമൊടു അരുവിന പിതാമഹൻ പ്രാണൻ കളയാമോ ബാണങ്ങളെയ്തഹോ. ഫലമതിനു ദുരിതജയമരുതരുതു മാധവ പത്മനാഭ ജഗം നായക ചൊല്ലു നീ ദുരിതഭവ നരകമതിനില്ലടോ. ധർമ്മജാതോ നീലയോ രാജധർമ്മങ്ങളെന്നുമേ നൃപതികുല വിഹിത ബഹുവിധ വിമല കർമ്മവും നീതിയും കൃഷ്ണനരുൾ ചെയ്തനന്തരം വിഭവയമധ വിജയമുഖ ഭൂപരും വീരോടെ തീർത്തിരു 10-ാം ദിവസവും. കുരു നൃപതി സുതൻ അഖില ബലപതി സുയോധനൻ കൂടിയ സൈന്യവും ഒത്തൊരു മിറ്റുടൻ കുരുകുലജനമിത ബലനരികൾ കുലകാലനാം ഗുണനിലയനായ ഭീഷ്മർക്കു തുണച്ചിതു. പലരും ഒരുമയുടുമത പാണ്ഡവന്മാർകളും ഭാരമെടുത്തു പൊരുതു തുടങ്ങിനാർ. പരശുശര പരിഖവര മുസല കുന്തങ്ങളും പാർത്ഥിവന്മാർ അസ്ത്രശസ്ത്ര പ്രയോഗവും പടുനിനത പടഹമുഖ ഛടനിനാദവും പാരിൽ കിളർന്നു പൊങ്ങിയിടുന്ന ധൂളിയും കരുതുരകരധനികര ബഹുവിധ നിനാദവും കാണികൾ കണ്ടു കൊണ്ടാടുന്ന നാദവും കമലഭവമുഖ വിബുധ ജയ ജയ നിനാദവും കാറ്റടിക്കും കൊടിക്കൂറകൾ നാദവും രുധിരയുധ പലലമതു ഭക്ഷിച്ചു രാക്ഷസരുച്ചത്തിൽ നിന്നലറിയിടുന്ന നാദവും പ്രേതഭൂതാദിപ്പിശാചങ്ങളാർത്തിട്ടു പേടിയാകും വണ്ണമുള്ള നിനാദവും ഋതശവരധനുജകുലമുഖ കുതുകനാദവും സിംഹനാദങ്ങളും ഞാണുലീനാദവും തിറമുടി തിരിടുമരികൾ അരിയരഥികൾ ഗുണനാദവും തേരുരുൾ നാദവും മാനകൾ നാദവും പരിഭവമുടരി നികരമലറിന നിനാദവും ഭാരം കുതിർക്കും കുതീരകൾ നാദവും തുമുലതരണം ജനിത ഭയകര നിനാദവും തുമ്പുരു നാരദ ഗീത പ്രയോഗവും അമരവര തനയകരഗത ധരനിനാദവും അമ്പരചാരികൾ വാദ്യ നിനാദവും കഠിനതരമനില സുതനലറിന നിനാദവും കമ്പുനാദങ്ങളും ദുന്ദുഭീനാദവും കമലഭവ തനിയമുനി വീണ നിനാദവും കമ്പം വരുംപടി വമ്പർ നിനാദവും കമലജനുമറിയരുതു പുകഴുവതിനോർക്കിലോ കൗരവ പാണ്ഡവ സൈന്യകോലാഹലം ഫണികൾ കുലവരനുമിതു പണി പെരുതു വാഴ്ത്തുവാൻ ഭൈരവമെന്നേ പറയാവിതെത്രയും പൊരുതരചരിരുപുറവും അമരകളുലകു പൊക്കു വിമാനങ്ങൾ തോറും അരൂപിനാർ അരുവയറോടതിസുഖമൊടഴകിനൊടുമേവിനാരാശു യുദ്ധത്തിൽ മരിക്ക നിമിത്തമായി അയുധനര കരുതുരകരഥികളെയൊടുക്കിനാനനുദിനം അണഞ്ഞു പോർ ചെയ്തു ദേവവ്രതൻ പുനരവരോടരിമയൊടു പൊരുവതിനു പാർത്ഥനും പോരിൽ ശിഖണ്ണിയെ മുമ്പിൽ നിർത്തിയിടാനുപരിചരവര വസുനൃപതി ദുഹിതൃവര നന്ദനോർത്താനൊരാണല്ല പെണ്ണുമല്ലാതവൻ പൊരുവതിനു കരുതിയൊരു സമരഭുവി വന്നതോ പോരാളികൾക്കു പൊരുന്നുകയില്ലേതും പുകൾ പെരിയ പുരുഷമണി വിജയനോടൊഴിഞ്ഞു പോരാരും നപുംസകമായവൻ തന്നോടു പൊലിമയൊടു സമരഭുവി വിവിധമയമായുധം പോരിന്നയക്കരുതെന്നോർത്തു ഭീഷ്മരും വിബുധമതി തനിയനുണ്ട് വിഗത ഭയമാതരാൽ വീരഴവും അസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചാൻ പ്രണയമകതളിൽ മുഹുരഭി വളരുമാറുടൻ പ്രത്യസ്ത്രമേതു തടുത്തു കിരീടിയും
പ്രധാന ചതുരത കലരും അമരവര നന്ദനൻ പ്രത്യക്ഷനാകിയ കൃഷ്ണൻ നിയോഗത്താൽ അമിതകരബലമുடைய രഥികളവർ തങ്ങളിൽ ശസ്ത്രങ്ങൾ പരുഷിച്ചടുത്തുടൻ നിശിതതര വിശിഖഗണമുടനുടനയച്ചബോധത്തൽ പെടുത്തു രോമങ്ങൾ തോറും ധൃതം പരനിവഹകു കുലശമനമാകുരരിപുവരും ഇരുവരും തമ്മിൽ 100,000 ഒത്തു തൂകിയിടിനാൻ പരവശത പെരുകിയൊരു പടയും അതു കണ്ടുടൻ പാറ്റലർ പേടിച്ചകന്നിതു മറ്റുള്ളോർ ത്വരിതമതു പൊഴുതു കുരുകുലവരനു സന്നിധൗ ദുശകൂനങ്ങളോ മേറെയുണ്ടായിടേ തുമുലതര സമരഭുവി ഝടുതി ദേവവ്രതൻ ദുശാസനോടു ചൊല്ലി നാനീ വണ്ണം അമരകുലവരസുതനും അമിത ബലസംയുതമയോ മറുതല വന്നു ചുഴന്നിതു നിരുപമമിതറികരണമതി ഭയതമെത്രയും നീയിതു കാൺക വലഞ്ഞിതു ഞാനെടോ ദഹനകണ സദൃശ ശരനികര പരിപാതേന മർദേഹമൊക്കവേ കാൺക മുറിഞ്ഞതും മുടിയുമിടരുടുമടലിലിനിയ പടയൊക്കവേ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ അസുരസുര സമര സമമിതു കരുതുമാകിൽ മറ്റാഹവമിങ്ങനെ കണ്ടിട്ടുമില്ല ഞാൻ അഹിത നൃപകുലവരരുടെ എതിർപ്പൊരുതു തോറ്റുകൊണ്ടാഹന്ത കേട്ടിട്ടുമില്ല ഞാനീ വണ്ണം ഇനിയുമൊരു മയുടുമരുവു കപിണങ്ങാതെ പോരിൽ മരിക്കാതിരിക്കണമെങ്കിലോ പുകൾ പെരിയ പിതൃപതിച്ച നൃപവരനു സാദരം ഭോഷന്മാരെ നിങ്ങൾ നാടു നൽകിയിടുവിൻ ഹിതവചനമിതി വിവിധതരമത പിതാമഹനിത്തം പറഞ്ഞിരിക്കത്തതാ കലഹമതിരഭസതരമരിമയോടു ചെയ്തസ്ത്രങ്ങൾ കൊണ്ടുടൻ ഭൂമിയിൽ വീണുത്തേ വിവിധവര നിശിത ശരമതുലമുടനേൽക്കയാൽ വീണതു നേരമവനിയിൽ തട്ടിയില്ല. അപ്പൊ ഇങ്ങനെ പറയുന്നു, കാണുമ്പോഴൊന്നും അല്ലാത്തവൻ്റെ കൈ കൊണ്ട് എനിക്ക് മരിക്കാൻ കഴിയില്ല. പുകൾ പെരിയ പുരുഷമണി ആയ ആ അർജുനനോട് മാത്രമേ എനിക്ക് ആ അർജുനൻ്റെ ശരം കൊണ്ട് വേണം ഞാൻ വീഴാൻ. യാണും പെണ്ണും അല്ലാതെ ശിഖണ്ണിയോട് ആവൂല എന്ന് പറഞ്ഞിട്ട് അർജുനനോട് തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് അതിൻ്റെ അടക്കം പറയുന്നു ഈ ദുശാസനനോടും. പിന്നെ ഇദ്ദേഹം പറഞ്ഞു ദേവവ്രതൻ പിന്നെ അവർക്ക് കൊടുക്ക് പകുതി രാജ്യം മതിയാക്ക്, യുദ്ധം മതിയാക്ക് എന്ന് പറയാൻ എനിക്കനി ജീവിക്കണമെന്നൊന്നുമില്ല. ഞാനിതിപ്പം ഏതായാലും നോക്കറോ ഞാൻ വല്ലാതെ വലഞ്ഞിട്ടാ ഇല്ല എന്നല്ല ഇങ്ങനെ പറയുന്നു. എന്നിട്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് അവർ കേൾക്കൂലല്ല. ഇങ്ങനത്തെ ഒരു യുദ്ധം ഞാൻ കണ്ടിട്ടുമില്ല, ഞാൻ കേട്ടിട്ടുമില്ല, കൊടുക്ക് ഭോഷന്മാരെ നിങ്ങൾ എന്ന് പറയുന്നു. അതിൻ്റെ ഇടക്കങ്ങ് വീണത് ഈ ശരം ഈ ശരീരം തുളച്ച് കയറിയിട്ടാന്നില്ല അർജുനൻ്റെ ശരങ്ങൾ മുഴുവനും. അതുകൊണ്ട് ഭൂമിയിൽ തട്ടിയില്ല ശരീരം, എൻ്റെ കടക്കിയിൽ ശരശയനത്തിലാണിപ്പം ഇദ്ദേഹം വീണിട്ടുള്ളത്. മുരമഥന ചരണ സരസിരുഹയുകളം കണ്ടു മോഹമകന്നു വസിച്ചിതു ഭീഷ്മരും 10 ദിവസ സമരമിതി മുനിവരൻ അനുഗ്രഹാൽ സഞ്ജയനിത്തം പറഞ്ഞോരനന്തരം അഖിലബല കലഹമിതി സജീവ വചന എന കേട്ടഞ്ഞ സാമോഹിച്ചു വീണു ധൃതരാഷ്ട്രർ കുതുകമുടു ധരണിപതി തന്നെ മോഹവും തീർത്തവൻ പിന്നെയും ചൊല്ലിനൻ തജമനസി കലുഷത കളഖിലമവനീപതേ ദേഹമനിത്യമെന്നുള്ളതറിയുക നീ അഖില നൃപ കുലവരരും അമിത ബല സംയുതം നിന്നുടെ മക്കളും കുന്തി തനയരും തദനു നിജ നിജ മനസി കലരും ഒരു ശോകേന ധന്യരാം മറ്റുള്ള ബന്ധുജനങ്ങളും ജഗദധിപനജനമലനും മുനിവൃന്ദവും ജന്നിതു ഭീഷ്മരുടെ അരികത്തെങ്ങും പടിപൊടുടനധി നികടമവരവർ കരഞ്ഞാശു വന്നു നിറഞ്ഞോരു ബന്ധുക്കളെ കണ്ടു വിനയമൊടു കുരുഷഭനതിരഥൻ അനാകുലം വിണ്ണോരിൽ മുമ്പൻ വസുപ്രവരൻ ഭീഷ്മൻ നരകരിപ്പു നളിനദള നയനെയും ഓർത്തുള്ളി നല്ലതെല്ലാവരോടും പറഞ്ഞിടിനൻ ശുഭവും അശുഭവും അപനയവും മതി അറിവാനവൻ ചൊല്ലിനാൻ പിന്നെയുമല്ലലോടെ തഥാ
സമയമ അഭിമുഖമലതരവചനമൻപോടു താണുപോയൊരു തലയുയർത്തിയിടുവാൻ വിമലതരമതി മൃദുല വലിവൊടു സമുന്നതം വേണമുപധാനമെന്നതു കേൾക്കയാൽ കുമതി കുരുകുലപതി സുയോധനൻ വൈകാതെ പട്ടു തലയിണ കൊണ്ടു ചെന്നിടിനാൻ. ഭഗവാൻ മനസ്സിലിങ്ങനെ ഓർത്തോർത്തോർത്തോർത്തോർത്തോർത്ത് ഇങ്ങനെ കിടക്കുന്നു. അപ്പം തലക്ക് അമ്പ് കൊണ്ടിട്ടില്ല, കഴുത്തിന് മേലെ. അതുകൊണ്ട് തല ഇങ്ങനെ താണിന് പിറകിലോട്ട്. അപ്പം പറഞ്ഞു, എനിക്ക് എൻ്റെ തല ഉയർത്തണം, തലയണ വേണമെന്ന്. അപ്പം ഇവൻ വേഗം ഈ കുമതി ദുര്യോധനാണ് വൃത്തികെട്ടത്. അവൻ പോയിട്ട് പട്ട് തലയണ എടുത്തിട്ട് വരുന്നു. അന്നേരോ പുനരമിതഹസിതം. അന്നേരം ഒന്ന് ചിരിച്ചു. ഈ വീണടുത്ത് നിന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, പൊട്ടനത്രേ നീ സുയോധന നിർണയം തുഹിത നരകുല ജനനമിഹ വിഫലമേവതേ തുഷ്ടീവരായിതു വച്ചാലെനിക്കേതും കരുണയോട് വിബുദ്ധപതി തനയ വിരവോടു നീ കണ്ടുന്നില്ലാതെ തലയുയർത്തിയിടന്നൻ വിശദതര ഹൃദയ നഥ വിജയൻ അതിശൂരന അമൃതാരകാധിപ നന്ദനർജുനൻ വനജതല നയന സഖിവാസവാദ്യന്മാരെ വന്ദിച്ചു ഗാണ്ഡീവ ചാപമെടുത്തുടൻ ചപലമെടുത്തു 3 അമ്പ് കൊണ്ടൊന്നും കൊടുത്തുയർത്തിയിടിനാൻ മെല്ലവേ പരശുധര മുനിവരനു സദൃശനാം ഭീഷ്മരും പാർത്ഥനോടാശു ചിരിച്ചരുളി ചെയ്തു. ശമതമതയാതിനാനാ ഗുണവാരിധേ ശസ്ത്രങ്ങൾ നിന്നോളമാരും അറിഞ്ഞീല. സകല ജനകുലവിഹിത വിവിധ ധർമ്മങ്ങളും ക്ഷത്രധർമ്മങ്ങളും നിങ്കലും നിർണയം ബഹുലതരമിതി കഥകൾ പറയുമളവാതരാൽ വൈദ്യർകൾ വന്നാർ ചികിത്സ ചെയ്തിടുവാൻ അതിനവനും അവർകളെ വിലക്കിനാനാദരാലാൺമയിൽ വീരോചിതം പുരി പോകണം ശുഭമരണ സമയമയനം തെളിഞ്ഞുത്തരം ശോഭയിൽ വന്നേ മരിക്കാവു നിർണയം. അവരവർകളരികിലഴകോട് രക്ഷിച്ചുകൊണ്ടാത്മശുദ്ധ്യ വസിച്ചിടിനാരേവരും വിജയമൊടു വിജയമുഖ യമതനയ സൈന്യവും വൃഷ്ണിപ്രവരരും പൊക്കിതു കൈനില. അങ്ങനെ 10ാമത്തെ ദിവസം ഭീഷ്മർ വീണു കൊടുത്തു എന്ന് വേണം പറയാൻ. മറ്റു ഭീഷ്മർ വീഴൂല. അന്നേരം തല ഉയർത്തുകയെന്ന് പറയുമ്പോൾ ഇവൻ പട്ട് തലേനെ എടുക്കാൻ പോകും. അന്നേരം പറഞ്ഞ, അയ്യോ കഷ്ടം, നീ വെറും പൊട്ടനാണ് കേട്ടോപ്പാ. പിന്നെ അർജുന നോക്കി നിൽക്കാതെ എൻ്റെ തല ഉയർത്തും മോനെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ദിച്ചു. 3 അമ്പ് കൊണ്ട് തല അങ്ങ് ഉയർത്തി കൊടുത്തു. 3 അമ്പ് നിലത്ത് കൊടുത്ത് തല അതിൻ്റെ മേലെയാക്കി. അന്നേരം പിന്നെയും പറഞ്ഞു, സൂക്ഷിച്ചു കാണുക സുയോധന, നീ ഒന്ന് കണ്ടിട്ടെങ്കിലും പഠിക്ക് എന്ന് പറയുന്നു. പിന്നെ വൈദ്യന്മാരെയും കൊണ്ടുവന്നു. അന്നേരം പറഞ്ഞു, അയ്യോ എനിക്ക് വൈദ്യന്മാരും ചികിത്സ ഒന്നും വേണ്ട, എനിക്ക് വീരന്മാരെ മാതിരി വീരോചിതമായിട്ട് എനിക്ക് പോകണം. അതിന് നല്ല സമയം നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് അങ്ങനെ എൻ്റെ അച്ഛനൊരു വരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉത്തരായണം വന്നിട്ടേ എനിക്ക് മരിച്ചൂടും, അതുകൊണ്ട് ഞാൻ കിടക്കുന്നതാന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും കാവൽ നിൽക്കുന്നു. പിന്നെ അങ്ങനെ 10ാമത്തെ ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസം ഉഷസി പുനരപരദിനമിരുപുറവുമുള്ളവരുറ്റടുത്തിയിടിനാൻ ശന്തനു പുത്രനെ തരുവിനിഹ വിരവിനുണ്ട് ജലം അമലം അതരാൽ ദാഹമുണ്ടേറ്റമെന്നാൻ നദീ നന്ദനൻ വിമലതര സലിലമുടു വിവിധതര ഭക്ഷ്യവും വേഗേന കൊണ്ടു ചെന്നാൻ ദുര്യോധനൻ വിഫലമിത് ഇതം അശുഭമരുതരുതു ദുര്യോധനാ വീരാ വിജയ വിരേ നീർ നൽകുന്നാൻ പുനരവനുമത സദേഹമടി മലർ വണങ്ങിനാൻ പോരാളി പാർജന്യമസ്ത്രം പ്രയോഗിച്ചാൻ ഗഗന സരിതമല ജലമഴ കൊടുത്തവൻ ഗംഗാതനയനു ദാഹവും പോക്കിനാൻ പുകൾ പെരിയ പുരുഷമണി നീയേ പുരന്തരപുത്ര ഭുജബലമുള്ള ഭൂപാലക സുചിരം അവനിയിലധിക സുഖമൊടു വസിക്ക നീ സൂക്ഷിച്ചു കാണുക സുയോധനാ നീവാ വിരവിനോടും ഒരുമയോടും അരുവുക പിണങ്ങാതെ വേണ്ട വിരുദ്ധം നശിക്കേ ഫലം വരൂ അതിനു കരുക്കുരുപതിയും അനുവാദമില്ലായികയാൻ അങ്ങുമിങ്ങും പിരിഞ്ഞാശു വാങ്ങിയിടിനാൻ അഥ തരണി തനേനടി മലരിണ വണങ്ങിനാനൻപോടു ഗംഗാതനയനും ചൊല്ലിനാൻ തവ സഹജരധിക പൃഥയുടെ തനേരാകയാൽ താപം കളഞ്ഞു നീ അങ്ങു ചെന്നിടടോ കഥകളകതളിരിലിതു വിദിതമഖിലം മയാ ഗാന്ധാരിപുത്രനെ
വേറിടും നീല ഞാൻ സമരഭുവിജയമതിനു വരിക ശുഭമാശുമേ സന്താപനാശനാശന്തനു നന്ദന ഭ്രമമറിക വരുവതിനു വിഷമമതു ഭാസ്കരെ ഭ്രാതാക്കളെ വധം ചെയ്യുകയും വേണ്ടിയില്ല വേണമെന്നാകിൽ പൊരുതു വീരസ്വർഗം വീര വരിക്ക നിനക്കെന്നതേ വേണ്ടു തൊഴുതവൻ അനുജ്ഞയും വാങ്ങി വാണിയടിനൻ ചൊല്ലുവാനാവതോ പിന്നീടമെന്നാലെന്നുല്ലാസമോടിരുന്നാൾ കിളിമകളിത് ശ്രീ മഹാഭാരതി ഭീഷ്മപർവം സമാപ്തം. അങ്ങനെ ഭീഷ്മരുടെ ആ ശരശയനത്തിൽ വസിക്കുന്നതോടുകൂടി 10 ദിവസത്തെ യുദ്ധം കഴിഞ്ഞു. ഭീഷ്മപർവം അവസാനിച്ചു. അതിനിടക്ക് ദാഹം ഉണ്ടെന്ന് പറഞ്ഞു. ദാഹം ഉണ്ട് പറയുമ്പോൾ ഇവൻ പാലും തേനും എല്ലാം എടുക്കാൻ പോന്നു. എടുത്തിട്ട് വരുന്നു. അയ്യോ കഷ്ടം തന്നെ നിന്റെ കാര്യം. വീരാവിജയ വിരേ നീർ നൽകി എന്നാൻ അർജുന ദാഹിക്കുന്ന മോനെ വെള്ളം താന്നു. നേരം പാർജന്യ വസ്ത്രം നിലത്തങ്ങ് എല്ലാവരെയും വന്ദിച്ച് നിലത്തേക്ക് ഒരു അമ്പ് കൊടുത്തു. അതിങ്ങനെ ഗംഗാജലം പൊങ്ങൊരു വില്ല് മാതിരി വളഞ്ഞു വന്നിട്ട് വേണ്ടുവോളം പിന്നെ ഇദ്ദേഹത്തിൻ്റെ വായിൽ വെള്ളം വീണു മതിയായും ചെയ്തു. നേരം പറയും നോക്ക് നോക്ക് ഇനിയെങ്കിലും ഇവരെ കണ്ട് പഠിക്കുന്നു. എന്നെ ആരെ കണ്ടിട്ട് എന്തായാലും പഠിക്കൂല, ആര് പറഞ്ഞാലും പഠിക്കൂല. അപ്പം കർണനോട് പറഞ്ഞു നിൻ്റെ അനിയന്മാരാണവർ, നീ അവരെ കൂടെ കൂടിക്കോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അതെനിക്കറിയാം പിതാമഹ, പക്ഷെ എനിക്ക് ഇദ്ദേഹത്തിന് വിടാൻ കഴിയൂല. എൻ്റെ പല സമയത്തുള്ള ആപത്തിൽ നിന്നും അപമാനത്തിൽ നിന്ന് രക്ഷിച്ച ആളല്ലേ ദുര്യോധനൻ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അനിയന്മാരെ എന്തായാലും നീ കൊല്ലണ്ട, അവരാ കൊല്ലാൻ പാടില്ല. നീ വേണമെങ്കിൽ അവരെ അമ്പ് കൊണ്ടിട്ട് വീരസ്വർഗം പ്രാപിച്ചോളൂ എന്നും പറഞ്ഞു. ആയിക്കോട്ടെന്നും പറഞ്ഞിട്ട് അത് ആ പർവ്വം അടങ്ങനെ സമർപ്പിച്ചു. ഇനിയിപ്പോൾ ദ്രോണപർവ്വമാണ്. കുറച്ച് ദ്രോണപർവ്വം നോക്കാം നമുക്ക്. ഹരിശ്രീ ഗണപതിയെ നമസ്തു യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം ദ്രോണാചാര്യ പറഞ്ഞു ഒന്നിക്കുറി ഞാൻ യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടും, അല്ലെങ്കിൽ ഞാനൊരു വ്യൂഹം ചമക്കുന്നുണ്ട്, പത്മവ്യൂഹം. ആ പത്മവ്യൂഹം തകർക്കുന്നവനെ ഞാൻ കൊല്ലും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ശപഥം. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ തെളിഞ്ഞെഞ്ചവി രണ്ടും കുളിർക്കപ്പരക നീ നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊടുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തെരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വെട്ടി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചൊരുമിച്ചു വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും ഇച്ഛയാവുന്നതു ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറുമിളന്നീരും പാലും മധുവും കുടിച്ചാലും ആപോളം. ഗ്രീഷ്മസമാനരി നിവഹത്തിന് ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ തോറ്റ സുയോധനനാദികളാകിയ 100 പേരെന്തൊന്നു ചെയ്തതു ചൊല്ലു നീ ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ വമ്പനാം കർണനോടാശു സുയോധനനൻപോടു സേനാപതിയാക നീയെന്നൻ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ല ആരോടും ദ്രോണരാമാചാര്യൻ താനിരിക്കേയെന്ത് മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നതൂ പടാമന്നവാ കേൾക്ക ഭരദ്വാജനന്ദനിൽ നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടു മന്നവ സങ്കടമുണ്ടാകയില്ലേതും മാനിയായുള്ള സുയോധൻ ദ്രോണരസേനാപതിയായ അഭിഷേകവും ചെയ്താൻ നാനാവിധമായ വാദ്യഘോഷങ്ങളാൽ വാനവർ നാടുകൂടെ കുലുങ്ങി തഥാ ആചാര്യനാശോ സുയോധനനാകിയ നീചനോടേവം തെളിഞ്ഞരുളിച്ചേതു ആശയം തന്നിലുള്ള ആശ നീ ചൊല്ലുക നാശം കളഞ്ഞു വരം തരുന്നുണ്ടു ഞാൻ ചിന്തിതമെങ്കിൽ യുധിഷ്ഠിരൻ തന്നെയും ബന്ധിച്ചു കൊണ്ടൊന്നു നൽകുക വേണ്ടതും അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനിങ്ങനെ 4-5 നാൾ ഞാൻ ഇരിക്കിലോ എന്നു ഗുരുവും പ്രതിജ്ഞ ചെയ്തിടാൻ എന്ന് യുധിഷ്ഠിരൻ തന്നോട് ചൊല്ലിനാൻ കുറവുള്ള ദൂതനത് കേട്ടു ധർമ്മജന്നേറും മനസ്സോടു മാധവൻ തന്നുടെ ജേവടിത്താരണ വന്ദിച്ചു ചൊല്ലിനാൻ കേവലാനന്ദമൂർത്തേ ജഗന്നായക ബന്ധിച്ചു കൊണ്ടുപോം ആചാര്യൻ എന്നെ ഒരന്തരമില്ലതിനെന്നു ധരിച്ചാലും ചിന്തിച്ചു കൃഷ്ണനും ജിഷ്ണുവും മറ്റുള്ള ബന്ധുക്കളും പറഞ്ഞിടിനാരെന്നുമേ ബന്ധിച്ചു കൊണ്ടുപോവാൻ അയക്കുന്നതില്ല അന്തകവൈരി താൻ തന്നെ വരികിലും ശങ്കിയാകിയതുമേ വൈകിക്കരുതെന്നു ശംഖം വിളിച്ചു പുറപ്പെട്ടുതുപട യുദ്ധം ഭയങ്കരമായി വന്നിതെത്രയും ചത്തിദൂരണ്ടു പുറത്തും അസംഖ്യമായി ശല്യരും മാരുതിയും പൊരുതോരു ഒരെല്ലാവരും കണ്ടു വിസ്മയിച്ചിടിനാർ അന്ത്യവുമായി പടയും വിരിഞ്ഞിതേ
പിന്തിരിഞ്ഞാരും ഒരു പദം വെച്ചീല രാത്രിയിൽ അത്താഴമുണ്ട് കിടന്നാറേ. ധാർത്തരാഷ്ട്രൻ തന്നോട് ആചാര്യനും ചൊന്നാൻ പാർത്ഥിവനായ നന്ദനനായ സുയോധനാപാർത്ഥനും കൃഷ്ണനും ഒന്നിച്ചെതിർക്കിലോ മൂർത്തികൾ മൂവരും. 3 പേർക്കും ജയിപ്പാൻ പണിയോർത്തു കണ്ടങ് അവർ തന്നെ അകറ്റുകിൽ. പുഷ്കല്ല ധർമ്മജൻ തന്നെ ബന്ധിച്ചു നിൻകാൽക്കൽ വെച്ചിടുവനില്ലൊരു സംശയം. പിന്നീട് ഓരോ ദിവസം പിന്നെ സേനാധിപൻ മരിക്കുമ്പോൾ വേറൊരു സേനാധിപൻ വേണം. അപ്പം കർണനോട് പറഞ്ഞു ദുര്യോധൻ, കർണ നീ സേനാപതി ആകണം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അയ്യോ എനിക്ക് ഇതിനപ്പുറം സന്തോഷമില്ല വാക്കൊന്നും കേൾക്കാനില്ല സുഹൃത്തെ. എന്നാലും ദ്രോണര് ഉണ്ടാകുമ്പം അദ്ദേഹമല്ലേ ആവേണ്ടത്. പിന്നെ വേണമെങ്കിൽ ഞാൻ ആവാം, ഇന്നും ഏതായാലും പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞു. പറഞ്ഞു ശരി, സമ്മതിച്ചു. ദ്രോണര് സേനാപതിയായിട്ട് അഭിഷേകം ചെയ്തു. അന്നേരം അത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പറയുന്നു, ഈ ആരോട്, ദ്രോണാചാര്യോട് പറയുന്നു, ഇങ്ങനെ ആയാലും ഞാൻ എന്ന് വേണ്ടത് നമുക്ക് നാശം തന്നെയാണല്ലോ എന്ന്. പിന്നെ എന്നാണ് ഗുരുവാന്ന്, ദ്രോണർ ഗുരുവല്ലേ, ഗുരുനാഥ എന്ന് പറയുന്നേരം പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെ 4-5 ദിവസം ഞാൻ ഉണ്ടെങ്കിലോ ഞാൻ ഓനെ പിടിച്ചു കെട്ടിയിട്ട്, ധർമ്മപുത്രെ പിടിച്ചു കെട്ടിയിട്ട് ഞാൻ നിൻ്റെ കാക്ക് കൊണ്ടുവച്ചു തരും എന്ന് പറഞ്ഞു. അത് ഒരു ദൂതൻ ധർമ്മപുത്രോട് വന്ന് പറഞ്ഞു. ധർമ്മപുത്ര ഭഗവാനോട് പറയുന്നു, ഭഗവാനെ കേവല ആനന്ദമൂർത്തേ എന്നെ പിടിച്ചു കെട്ടിയിട്ട് കൊണ്ടുപോകുന്നു പിന്നെ അവിടെ ശപഥം ചെയ്തിട്ടുണ്ട് ആചാര്യൻ, ഞാൻ എന്ത് ചെയ്യലേന്ന് പറഞ്ഞു. എന്തായാലും പിടിച്ചു കെട്ടിക്കൊണ്ടുപോവാൻ ഞങ്ങൾ വിടൂല, അത് ഇവർ എന്നല്ല, ഇനി മഹാദേവൻ തന്നെ വന്നാണ് ശരി, പേടിക്കണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് അങ്ങനെയായി. പിറ്റേ ദിവസം 11ാമത്തെ ദിവസം യുദ്ധം കഴിഞ്ഞു. വൈകുന്നേരമായി, അന്തിയുമായി. വൈകുന്നേരം ആകുമ്പോൾ പട പിരിഞ്ഞില്ലേ. എന്നിട്ട് പറയുന്നു ആചാര്യൻ, ഈ അർജുനനും കൃഷ്ണനും ഉണ്ടെങ്കിൽ ആര് നോക്കിയാലും ആവൂല ജയിക്കാൻ, അവരെങ്ങനെയും കെട്ടണം എന്നാ ഞാൻ പിടിച്ചുകെട്ടി കൊണ്ടുത്തരാന്ന് പറയുന്നു. പുഷ്കല്ല ധർമ്മജൻ തന്നെ ബന്ധിച്ചു നിൻ കാൽക്കൽ വെച്ചിടുവൻ ഇല്ലൊരു സംശയം എന്നു. ഗുരുവരൻ ചൊന്നോരു നേരത്തും അന്നൻ ത്രികർത്തൻ പ്രതിജ്ഞ ചെയ്തിടാനേറ്റമകറ്റി ചമക്കുന്നതുണ്ടു ഞാനേറ്റു. ധനഞ്ജയ മാധവന്മാരെയും മിഥം ത്രികർത്ത രാജാക്കൾ പലരുമായൊത്തു സഹ ശപഥം ചെയ്ത കാരണം സംശപ്തകന്മാരെന്നേറ്റം പ്രസിദ്ധരായി സംശയമെന്നിയേ പോരിനൊരുമിച്ചാർ 12ാം ദിവസം. കുരുസൈന്യവും 12ആയി പുറപ്പെട്ടു പോരാംണേച്ചഗണങ്ങളും സംശപ്തകന്മാരും ആർത്തു വിളിച്ചാർ പടക്ക് പുലർകാലേ. യുദ്ധത്തിനാശു വിളിച്ചത് കേട്ടിട്ട് വൃത്രാരിപുത്രനും കൃഷ്ണനും എത്തിനാനാചാര്യനും മഹാവ്യൂഹവും കൂട്ടി നിന്നായോധനത്തിനുറച്ചു നിന്നിടിനാർ. പാഞ്ചാലനായ ദൃഷ്ടദ്യുമ്നേതുമേ ചാഞ്ചല്യമെന്നി അടുത്താരതു നേരം. ദ്രോണർ ജയിച്ചതു കണ്ടിട്ട് കൗരവസേനയുമാർത്തു നിലവിളിച്ചിടിനാൻ. മൂർഖനായുള്ള ദുര്യോധനനോട് ഭാസ്കരനന്ദനൻ പേർത്തു ചൊല്ലിയിടിനാൻ, ഇക്കണ്ടതേതും കണക്കല്ല മന്നവാ ചൊൽക്കൊണ്ട പാണ്ഡവന്മാരെ ജയിപ്പതിനി കണ്ടവർക്കാർക്കും ആപതുമല്ല കേളിക്കാലം. ഉൾക്കാമ്പിലോരായിക തിന്നു നീ എന്നു പറഞ്ഞു നിന്നേടുന്ന നേരത്തു വന്നു നിറഞ്ഞിതു പാണ്ഡവ സൈന്യവും. സാത്വികി കേകയാ പാഞ്ചാല വീരനും പാർത്ഥധനേനും മാതൃധനേരും ഘോരനായുള്ള ഒരു മാരുതി താനുമായി പാരമടുത്തതു കണ്ടു. കുരുക്കളും ചാടിയതു തേരും കുതിരയുമാനയും കൂടിയതിട കലർന്നാശു പെരുമ്പട കോടിയതു ചാപങ്ങൾ തേരാളികൾ കയ്യിൽ മൂടി ശരങ്ങൾ കൊണ്ടാകാശവീതിയും പാടിയതു നാരദൻ. പാരം പൊടി പൊങ്ങി മൂടിയതു ദിക്കുകൾ ചോരപ്പുഴകൾ പോൽ കൂടി ജലധിയിൽ മാരി പൊടികളും പേടികളഞ്ഞു മരിക്കുന്ന വീരരെപ്പാടീരവും തേച്ചു നാഗനാരീജനം ഓടിയണഞ്ഞുടൻ തേരിൽ കരയേറ്റിനാരോടിയണഞ്ഞു മരിക്കുന്നിതു ചിലർ. വാടിയ മുഖം ദുര്യോധന സൈന്യവും ഓടിയതുകൊണ്ട് വീരൻ ഭഗദത്തൻ 10 സഹസ്രം ഗജത്തിൻ ബലമുള്ള മത്ത ഗജത്തിൻ കഴുത്തിൽ കരേറിനാൻ അത്ര ബലമുള്ള വൃത്രാര്യാഗ്രജൻ 10 നൂറാർത്തു പാഞ്ഞെത്തി. അടുത്തുടൻ കുത്തുന്ന കുംഭിയുമുത്തുന്ന ഭീമനുമെത്തി. എതിർത്ത പോരെത്രയും അത്ഭുതം ഹസ്തിതന്നസ്തികൾ കുത്തി ഞെരിക്കയും മസ്തകം കൈത്തലം കൊണ്ടു ഭേദിക്കയും ചക്രം തിരിക്കയും വക്രിച്ചു വാങ്ങിയും അഗ്രേ വരും നേരം ഉഗ്രമടിക്കയും തുമ്പിക്കൈ തന്നീല കപ്പെടും നേരത്തു തുമ്പി പറക്കും പ്രകാരം കഴിക്കയും കമ്പം വരും മാറുഭൂമിയിൽ വീഴുകയും കൊമ്പു താഴ്ത്തുമ്പോൾ ഉരുണ്ടു കളയുകയും മറ്റേ നടയിട പൊക്കു ഉദരസ്ഥലെ കുത്തിയും പിന്നിൽ പുറപ്പെട്ടു മണ്ടിയും
പൃഥ്വീശനാം ഭഗദത്തനെതിടുന്ന ശസ്ത്രങ്ങൾ പേടിച്ചകന്നുകൂടായികയും അപ്രതിമ പ്രഭാവ ബലേന്ദ്രനാമഭ്രമ അതംഗവീരഭ്രമണോപമം സുപ്രതീകക്രമം കണ്ടു വാദാത്മജനത്ഭുതം കൈക്കൊണ്ടു വിഭ്രമം തേടിനൻ ഒത്ത ബലമുള്ള ഭീമനും ആനയും ബദ്ധകോപത്തോടു യുദ്ധം തുടർന്നപ്പോൾ പൃഥ്വി കുലുങ്ങി നടുങ്ങി ജഗത്രയം അബ്ധികളേഴു മലറിക്കലങ്ങുന്നു യോഗി പ്രതിയോഗി രണ്ടു ജനങ്ങളും നാഗികളും മറ്റു കാണികളായോരും ചിത്രം വിചിത്രം 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 അത്ഭുതം പുകഴ്ത്തുന്ന ശബ്ദവും വാരണന്മത്തനായേറ്റ മലറുന്ന ശബ്ദവും ആരവാരങ്ങളും കോലാഹലങ്ങളും പോരാളി വീരർ നിലവിളി ഘോഷവും ഘോരഘോരം കേട്ടു ദുർനിമിത്തങ്ങളും പാനമായി കണ്ടു ഭയം പൂണ്ടു ഫൽഗുനൻ പാരാതെ പോകാ വടക്കൂതിശി എന്ന് വാരിജലോചനൻ തന്നോട് ചൊല്ലിനാൻ. ഇത് നമ്മൾ ദ്രോണപർവമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇതന്നെ കുറേ ആൾ പിന്നെ ഇദ്ദേഹത്തിന് കാത്തു നിൽക്കുന്ന കാവൽ കൊടുക്കൂലറിഞ്ഞ് കാവൽ നിൽക്കുന്നുണ്ട്. യുദ്ധാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് ഒരു ഭഗദത്തൻ്റെ ആന എന്ന് പറഞ്ഞാൽ എത്രയോ 10 സഹസ്രം ഗജത്തിൻ ബലമുള്ള മത്തഗജം 10,000 ആനേരെ ബലമുള്ള ഒരാന ഇവൻ്റെ ആന ആര് ഈ പിന്നെ ഭഗദത്തൻ്റെ ആന. ആ ആനയും നമ്മുടെ ഭീമസേനും തമ്മിലാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. നല്ല രസമുള്ളൊരു യുദ്ധമാണത്. തുമ്പിക്കൈ തന്നിൽ അകപ്പെടുന്നിടത്ത് തുമ്പി പറക്കും പ്രകാരം കഴിക്കും ആര് ഈ ഭീമസേന. ആ തുമ്പിക്കൈമ പോകാനാകുമ്പോൾ ഒരു പറക്കൽ പറക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയെന്ന്. ബാക്കി ഭാഗം നമുക്ക് നാളെ പാരായണം ചെയ്യുക. എന്താ കാണാലോ നമ്മുടെ അർജുനൻ്റെ ആ ഒരു അമ്പിൻ്റെ ശക്തി. അതാണ് നമുക്ക് നാളെ കാണേണ്ടത്. നാളെ അത് കാണണം. പിന്നെ ഇതാണ് പിന്നെ കാണേണ്ടത്. എനിക്ക് തീരെ വായിക്കാനും കേൾക്കാനും കഴിയാത്തൊരു കഥ നാളെ വായിക്കേണ്ടി വരുന്നുണ്ട്, പാരായണം ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് അർജുനൻ്റെ പൊന്നുമോനായ അഭിമന്യുവിൻ്റെ മരണം. 6 പേര് കൂടി അഭിമന്യുവിനെ ചതിച്ചിട്ട് കൊല്ലുന്നുണ്ട്. അത് നമുക്ക് നാളെയാണിപ്പം കൂടാതെ കഴിയില്ലല്ലോ. അത് എല്ലാത്തിനും ഭഗവാൻ ഇടവരുത്തട്ടെ. പാരായണം ചെയ്യാനും തൊണ്ടയിടാതെ പാരായണം ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്ത ന്യായേണ മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓ